ബാബു ജോൺ ജോസഫ് 3 മിനിറ്റ്. സാർ, നമ്മുടെ ബജറ്റിംഗ് രീതികളെക്കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. മുൻ വർഷത്തേനേക്കാൾ 5-10% ഓരോ വകുപ്പുകൾക്കും അനുവദിച്ച് ഉള്ള ഒരു പരമ്പരാഗത രീതി പലപ്പോഴും C&AGയുടെ റിപ്പോർട്ടിൽ പൂവർ ബജറ്റിംഗ് എന്ന പരാമർശം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സാർ, ഈ ഒരു ബജറ്റ് ആധുനിക പബ്ലിക് പോളിസി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾസ് ആയ ഡോഗ്മാറ്റിക് ബേസ്, വിഷൻ, സ്വോട്ട് അനാലിസിസ്, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയിൽ അധിഷ്ഠിതമായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾക്ക് നോക്കിയാൽ കാണാം. UDFൻ്റെ പ്രകടന പത്രികകളുടെയും ആദ്യ ക്യാബിനറ്റിലെ സർവ്വതല സ്പർശിയായ തീരുമാനങ്ങളുടെയും ക്ഷേമവും സഹാനുഭൂതിയും നിറഞ്ഞ നെഹ്റുവിയൻ സോഷ്യലിസമാണ് ഈ സർക്കാരിൻ്റെ സൈദ്ധാന്തിക അടിത്തറയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ ബജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, ഇതിന് പിന്തുണയ്ക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. എൻ്റെ പിതാവ് ശ്രീ PJ ജോസഫ് ഏറെ നാൾ ഈ സഭയുടെ ഒരു അംഗമായിരുന്നു. പലപ്പോഴും ബജറ്റ് പ്രസംഗം കൈക്കിട്ടുമ്പോൾ സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും നേരിട്ട് ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങളടങ്ങിയ അധിക വിഭവ സമാഹരണത്തിൻ്റെ പേജ് അദ്ദേഹം വായിച്ചു നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. സാർ, ഈ ബജറ്റിൽ പാവപ്പെട്ടവനോ അധ്വാന വർഗത്തിൽപ്പെട്ട ആർക്കോ എന്ന് വേണ്ട ഒരാൾക്ക് പോലും ₹1 പോലും 2026-27 വർഷത്തിൽ അധിക നികുതി കൊടുക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള സാമ്പത്തിക പരാധീനതകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വാഹന നികുതി ഇളവിൻ്റെ പരിധി ഉയർത്തിയും ഹരിതാപം നിറഞ്ഞ നാളേക്കായി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറച്ചു. തകർച്ച നേരിടുന്ന പൊതുഗതാഗത മേഖലയുടെ സംരക്ഷണത്തിനായി സ്റ്റേറ്റ് ഗാരേജ് ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതിയിൽ 50% ഇളവ് നൽകിയും GSTയിലും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലുമൊക്കെ ഒറ്റത്തവണ തീർപ്പാക്കൽ പ്രഖ്യാപിച്ചുമൊക്കെ ക്ഷേമവും സഹാനുഭൂതിയും പ്രകടമാക്കിയ ബജറ്റിൻ്റെ ശില്പികളെ ഞാൻ അനുമോദിക്കുകയാണ് സാർ. സാർ, ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇല്ല. സാർ, ഇവിടെ പാലക്കാട് മെമ്പർ ശ്രീ രമേശ് പിഷാരടി ഇവിടെ പറഞ്ഞതുപോലെ ഒരു ദിവസം 40 നിവേദനങ്ങളാണ് ഒരു MLAക്ക് കിട്ടുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന നിവേദനങ്ങളുടെ സാർ അതിന് 40 15 എണ്ണവും PSCയിൽ പേര് കൊടുത്തിട്ട് പ്രൈമറി സ്കൂളുകളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ വരുന്ന ഉദ്യോഗാർത്ഥികളാണ് സാർ. നമ്മുടെ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖല നമ്മളെപ്പോഴും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ നാട്ടിൽ പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, എത്തിക്സ് ഉള്ള, സിവിക് സെൻസ് ഉള്ള, സാമൂഹ്യബോധമുള്ള, ആരോഗ്യമുള്ള, കാര്യപ്രാപ്തിയുള്ള, സഹിഷ്ണുതയുള്ള, ക്ഷമയുള്ള, എമ്പതിയുള്ള ഒരു പുതിയ സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ സാർ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖല നമ്മൾ ഉടച്ചു വാർത്തേ പറ്റൂ. ധാരാളം മുതൽ മുടക്കുകളുടെ ആവശ്യമുണ്ട് സാർ. തൊടുപുഴയിൽ വെങ്ങല്ലൂർ LP സ്കൂളുണ്ട് സാർ. 8 വർഷം മുമ്പ് കേവലം 35 വിദ്യാർത്ഥികളുമായി അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി നേരിട്ടിരുന്ന ആ സ്കൂളിൽ അവിടുത്തെ MLA ഫണ്ടും CSR ഫണ്ടുകളും അവിടുത്തെ അധ്യാപകരും പ്രധാന അധ്യാപകരും കൗൺസിലറും എല്ലാം ചേർന്ന് ഇന്ന് 350-ലധികം വിദ്യാർത്ഥികൾ ആ സ്കൂളിലുണ്ട് സാർ. അവരുടെ ആക്ടിവിറ്റി റൂം നമ്മളൊന്ന് പോയി കാണാം സാർ. ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രൈവറ്റ് വിദ്യാലയങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി റൂമുകളും അതുപോലെ തന്നെ മറ്റ് ഈ പഠനേതര മെത്തേഡുള്ള സ്കൂളാണ് സാർ. അതേ മോഡൽ സാർ നമ്മുടെ ഓരോ പ്രൈമറി സ്കൂളുകളെയും നമ്മൾ ഉടച്ചു വാർക്കണം. അതുവഴി നമുക്ക് സാധാരണക്കാർക്ക് സൗജന്യമായി പഠിക്കുവാനും ധാരാളം യുവാക്കൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുവാൻ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബജറ്റ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമവും സഹാനുഭൂതിയും പ്രകടമാക്കിയ ഈ ബജറ്റിൻ്റെ ശില്പികളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ പുതുക്കിയ ബജറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ധനവിനിയോഗ ബില്ലിന് ഞാൻ സർവാത്മന പിന്തുണയേകുന്നു സാർ.